ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവം ഏവം അരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപരൻ. സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപരൻ. ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയിൽ ഓർക്ക നീ. ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയിൽ ഓർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനിൽ ഊഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ. ചിത്തേ വിഷയ സുഖാശയില്ലേതുമേ ത്വൽ പാദപങ്കജ ഭക്തിരേവാസ്തു മേ. നിത്യം ഇളക്കമൊഴിഞ്ഞു കൃപാനിധേ ഇദ്ധമാകർണ്യ സംപ്രീതനാം രാഘവൻ. നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പു മമ സീതയുമായി മുദാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ. എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികരസ്തോത്രം അത്യന്തശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരും. അതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണം. അതിന്നു നീ ലങ്കാധിപനിവനെന്നഭിഷേകം ഇന്നു തന്നെ വരുത്തേണം. എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം. അതിന്നു നീ ലങ്കാധിപനിവനെന്നഭിഷേകവും ശങ്കാവിഹീനം അൻപോടു
ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക. ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയാ. ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകമൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വമ്പരാം വാനരാധീശ്വരന്മാരുമായി വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ടു ചെയ്തിടിനാർ. ആദരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു. ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു. ഭേരീനാദം മുഴക്കിനാറുംബരും. വിഭീഷണ ശരണാഗതിയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ശ്രീരാമചന്ദ്രൻ്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിച്ച വിഭീഷണന് രാമനെ കണ്ട മാത്രയിൽ തന്നെ ആത്മജ്ഞാനോദയമുണ്ടായി. അങ്ങനെ ആത്മജ്ഞാനോദയമുണ്ടായിട്ട് വിഭീഷണൻ രാമനെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. വിഭീഷണൻ പറഞ്ഞു, അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങ് പരമാത്മാവാണ് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങയുടെ കാരുണ്യം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ ആണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാൻ കഴിയണമെങ്കിൽ ഭഗവാൻ തന്നെ അനുവദിക്കണം, ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാകൂ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിൽ ജ്ഞാനമുണ്ടാകൂ. അതാണ് വിഭീഷണൻ പറഞ്ഞത്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങയുടെ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ വിഭീഷണനെ അനുഗ്രഹിച്ചുകൊണ്ട് ഉടൻ തന്നെ കൂട്ടുകാരനായ സുഗ്രീവനോട് പറഞ്ഞു, എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് സർവസ്വവും ഭഗവാൻ നമുക്ക് തരും. അതാണ് ഭഗവാൻ അതിൻ്റേതായ ഫലം നമുക്ക് തരും. അതാണ് എന്നെ കണ്ടതിൻ്റേതായ ഫലം ഇന്ന് തന്നെ ഈ വിഭീഷണന് കൊടുക്കണം. എന്ത് ഫലമാണ് ഭഗവാൻ വിഭീഷണന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, ലങ്കാധിപൻ എന്ന് ഇവൻ അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ ലങ്കാധിപനായിട്ട്, ലങ്കയ്ക്ക് മുഴുവൻ മഹാരാജാവായിട്ട് ഉടൻ തന്നെ, യാതൊരു സംശയവും വേണ്ട, ഉടൻ തന്നെ അഭിഷേകം ചെയ്താലും അവിടെ ആ സമുദ്രതീരത്ത് സിംഹാസനത്തിൽ വിഭീഷണനെ ഇരുത്തി ലങ്കാധിപനായിട്ട് ഉടൻ തന്നെ ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ അഭിഷേകം ചെയ്തു. തുടർന്ന് യുദ്ധയാത്ര, സേതുബന്ധനം, അത് നമുക്ക് വായിക്കാം.